വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അന്ന. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മു ചേച്ചിയുടെ ഒരു ഹൽദി വ്ലോഗാണ്. അപ്പം ഷോർട്സ് കണ്ടിട്ടായിരിക്കും മിക്കവരും നമ്മുടെ ലോങ് വീഡിയോ കാണാനായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ അമ്മു ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഹെയർ സ്റ്റൈലൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് ചേച്ചിയുടെ ആ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇപ്പോൾ കോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. കോട്ടിട്ട ഒരു ഹൽദി ലുക്കും കോട്ടിടാണ്ട് ഒരു സാധാ നോർമൽ ലുക്കുമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് റെഡി ആയിട്ട് ഹൽദിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കോട്ടൊക്കെ ഇട്ട് സെറ്റാക്കി നല്ല രസമുണ്ടായിരുന്നു ചേച്ചി ഒരുങ്ങിയിട്ട് കാണാനായിട്ട്. ഒരു കുഞ്ഞ് അതേപോലെ ആയിരുന്നു നമ്മുടെ അമ്മു ചേച്ചിനെ കാണാനായിട്ട്. പിന്നെ നമ്മൾ കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് വീഡിയോ എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഒന്ന് കറങ്ങാൻ പറഞ്ഞപ്പോൾ നോക്കിക്കോ കറങ്ങി, എന്നിട്ട് പിന്നെയും തിരിഞ്ഞ്. അപ്പോൾ അതിൻ്റെ പേരെ പറഞ്ഞാൽ ഞങ്ങളവിടെ ട്രോളിയിട്ട് പിന്നെ അതേ മതിലെ ചരിക്കണതൊക്കെ ചിരിക്കണുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി കോട്ട് ഊരി മാറ്റി അവിടെ ചെല്ലുമ്പോൾ നോർമൽ ലുക്ക് മതിയെന്ന് പറഞ്ഞിട്ട് ഹൽദിക്കാവുമ്പോൾ ഹൽദിയുടെ കോട്ട് എടുത്തിടാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കുറച്ച് കോപ്രായോ പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി വീട്ടിലോട്ട് പോയി. പിന്നെ ഹൽദിയാണ് അവിടെ വീട്ടിൽ ചെന്നിട്ടുള്ള പരിപാടിയാണിത്. ഞങ്ങൾ ഭയങ്കര നേരത്തെ പോയത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് കേക്ക് മുറിക്കണമെന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഞാൻ ചേച്ചിയുടെ നിന്ന് അയച്ച് മേടിച്ച വീഡിയോ ആണ്. ചേച്ചി പറഞ്ഞതാണ് കേക്ക് കട്ട് ചെയ്യണേ മുന്നേ വന്നോന്നൊക്കെ. പക്ഷേ ഞങ്ങളെ കൊണ്ട് നടന്നില്ല. ഞങ്ങൾ ഇച്ചിരി അധികം ലേറ്റായിപ്പോയി. അത് കഴിഞ്ഞ് ചേച്ചി ഒറ്റക്ക് കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ചേച്ചി പിന്നെ ഫാമിലി ആയിട്ട് ഇന്ന് കട്ട് ചെയ്തിട്ട് അച്ഛന് കൊടുത്തു. അച്ഛൻ തിരിച്ച് ചേച്ചിക്ക് കൊടുത്തു. പിന്നെ അമ്മക്ക് കൊടുത്ത്. പിന്നെ ചേച്ചിക്ക് ഒരു അനിയൻ കൂടി ഉണ്ട്. പക്ഷെ അനിയൻ ഈ വീഡിയോയിലില്ല. ഉണ്ട് ഇത് എവിടെ നിന്ന് രണ്ടാമതേയും ആ മഞ്ഞ ഷർട്ടിട്ട് നിൽക്കുന്നതാണ് അനിയൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ സ്റ്റേജിലോട്ട് കയറി ഫോട്ടോ എടുക്കാനായിട്ട്. ചേച്ചി ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ബാ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞാണ് ആദ്യം വിളിച്ചത്. പിന്നെ കയറി കുറച്ച് നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞൊക്കെ നിന്ന്. ചേച്ചിയാണെങ്കിൽ ഫുൾ വേർത്ത് കുളിച്ച് നിൽക്കണമായിരുന്നു, മഞ്ഞളൊക്കെ തേച്ച്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കയറി. ഇവിടെ അങ്ക നിൽപ്പുണ്ട്, ജിൻസിൻ്റെ നിൽപ്പുണ്ട്, ഞാനുണ്ട്, ജുവാനയുണ്ട്, അമ്മു ചേച്ചി, ആശമ്മ, പപ്പ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടക്ക് എനിക്ക് തോന്നുന്നു ക്യാമറമാൻ ചേട്ടൻ എന്തോ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു പൊട്ടിച്ചിരി ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇല്ല, ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ചിരിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തോട്ടിറങ്ങാൻ നേരത്ത് അമ്മു ചേച്ചി പറഞ്ഞ് അയ്യോ മഞ്ഞൾ തേച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ വിഷമം അങ്ങോട്ട് മാറ്റാനായിട്ട് ഞാനും ആശമ്മയും കൂടി പിന്നെ മഞ്ഞൾ തേച്ച് കൊടുത്ത്. അപ്പോൾ ഇത് ദൂരെ നിന്ന് എടുത്തതായതുകൊണ്ട് ഇത്തിരി ക്ലാരിറ്റി ഒക്കെ കുറവുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വിട്ടു. അമ്മയുടെ പഴയ വീട് അവിടെ ആയിരുന്നു കൊണ്ടിട്ട് നിറയെ പരിചയക്കാരായിരുന്നു അവിടെ. പിന്നെ അമ്മു ചേച്ചി സ്റ്റേജിൽ ഇങ്ങനെ തകർന്ന് വിഷമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്ത് ചേച്ചിനെ കണ്ട് വർത്താനം പറഞ്ഞു. അപ്പോൾ ചേച്ചി സ്റ്റേജിൻ്റെ അവിടെ വന്നിരുന്ന് ഓടി വന്നിരുന്ന് വർത്താനം പറയുവാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ എന്നെയും കയറ്റി ഫോട്ടോ എടുപ്പിച്ചിട്ടാണ് വിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി.